കേരളത്തിലെ നമ്പർ 1 ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറിയായ ജേക്കബ് ജ്വൽസ് ഏറ്റവും കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയിൽ ന്യൂ ഫാഷൻ ട്രെൻഡി ലൈറ്റ് വെയ്റ്റ് ഓർണമെന്റ്സ് ഒരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. പാതിവില തട്ടിപ്പ് കേസിലെ പ്രതി അനന്തകൃഷ്ണനെ പോലീസ് കസ്റ്റഡി കാലാവധിക്ക് ശേഷം റിമാൻഡ് ചെയ്തു. രാഷ്ട്രീയക്കാർ ഉൾപ്പെടെ ഉള്ളതിനാൽ തനിക്ക് ജീവന് ഭീഷണിയുണ്ടെന്നും സുരക്ഷ ഉറപ്പാക്കണമെന്നും അനന്തകൃഷ്ണൻ. പകുതി വിലയ്ക്ക് ഇരുചക്രവാഹനം നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് കോടികൾ തട്ടിയ കേസിൽ അറസ്റ്റിലായ പ്രതി അനന്തകൃഷ്ണനെ പോലീസ് കസ്റ്റഡി കാലാവധിക്ക് ശേഷം റിമാൻഡ് ചെയ്തു. 5 ദിവസത്തെ പോലീസ് കസ്റ്റഡിക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ അനന്തകൃഷ്ണനെ മൂവാറ്റുപുഴ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്യുകയായിരുന്നു. വ്യാഴാഴ്ച പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയ അനന്തകൃഷ്ണനെ കൊച്ചിയിലും ഇടുക്കിയിലും എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നു. പ്രതിയുടെ രാഷ്ട്രീയ ബന്ധങ്ങളും പോലീസ് അന്വേഷിച്ചു വരികയാണ്. മാത്യു കുഴൽനാടൻ MLAക്ക് അനന്തകൃഷ്ണൻ പണം നൽകിയെന്ന വാർത്തയും പ്രചരിച്ചിരുന്നു. എന്നാൽ മാത്യു കുഴൽനാടൻ MLAക്ക് 1 രൂപ പോലും നൽകിയിട്ടില്ലെന്ന് കോടതിയിൽ ഹാജരാക്കാൻ എത്തിച്ച അനന്തകൃഷ്ണൻ മാധ്യമങ്ങളോട് പറഞ്ഞു. പിന്നെ ആരാണ് വാങ്ങിയിരിക്കുന്നത്? പ്രതിയോടും വരെയുള്ള ഒരു സുരക്ഷ എന്നെ സംബന്ധിച്ച് ആവശ്യമാണ്. ഇതിലൂടെ കളക്ട് ചെയ്യപ്പെട്ടിട്ടുള്ള മുഴുവൻ തുകയും അതിലെ ഭൂരിപക്ഷവും ഈ പ്രോജക്റ്റിൽ തന്നെ വിനിയോഗിച്ചിട്ടുണ്ട്. സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധി ഉണ്ടായപ്പോൾ NGO കോൺഫെഡറേഷൻ ഇംപ്ലിമെന്റിംഗ് ഏജൻസികൾ ഒറ്റക്കെട്ടായിട്ട് അത് പ്രതിരോധിക്കുന്നതിന് ഈ നിയമപരമായിട്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായതിനു ശേഷം അപേക്ഷകരുമായിട്ടുള്ള കമ്മിറ്റ്മെന്റ് NGOs ഞങ്ങൾ പാലിക്കും. അതിനകത്ത് ഫണ്ടിങ്ങിനുണ്ടായിട്ടുള്ള തടസ്സമാണ് ഇപ്പോഴത്തെ പ്രശ്നം ഇത് വന്നിട്ടുള്ളത്. NGO കോൺഫെഡറേഷന്റെ ചെയർമാനായിരുന്ന ആനന്ദകുമാർ സാറ് വിവിധ CSR ഏജൻസികളിൽ നിന്ന് വിവിധ കമ്പനികളിൽ നിന്നുള്ള സാമ്പത്തിക സമാഹരണം പറഞ്ഞിരുന്നു. അത് നടക്കാതെ പോയതിലൂടെ സംഭവിച്ചിട്ടുള്ള പ്രതിസന്ധി. അദ്ദേഹമാണ് ചെയർമാൻ, അദ്ദേഹമാണ് NGO കോൺഫെഡറേഷന്റെ ചെയർമാൻ. പാതിവില തട്ടിപ്പ് കേസിലെ പ്രതിയായ അനന്തകൃഷ്ണനിൽ നിന്ന് 1 രൂപ പോലും വാങ്ങിയിട്ടില്ലെന്നും തനിക്കെതിരായ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും മാത്യു കുഴൽനാടൻ MLA തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അനന്തകൃഷ്ണനിൽ നിന്ന് പണം വാങ്ങിയെന്ന് തെളിയിക്കാൻ വെല്ലുവിളിക്കുകയാണെന്നും MLA പറഞ്ഞു. പ്രതിയുടെ ജാമ്യാപേക്ഷ കോടതി നാളെ പരിഗണിക്കും. അനന്തകൃഷ്ണനെതിരെ ക്രിമിനൽ കേസുകൾ നിലനിൽക്കില്ലെന്ന് പ്രതിക്കായി ഹാജരായ അഡ്വക്കേറ്റ് അഗസ്റ്റസ് മാങ്ങഴ പറഞ്ഞു. നമുക്ക് കുറച്ച് ഗ്രൗണ്ടുകളുണ്ട്. നമ്മൾ നാളെ വാദത്തിന് സമയത്ത് പറയുന്നത് അതാണ് അതിനകത്ത് മെയിൻ പറയുന്ന കാര്യങ്ങൾ. അതാണ് അതിനകത്ത് എന്താ പറഞ്ഞിരുന്നത്? കോൺട്രാക്ച്വൽ വയലേഷൻ മാത്രമേ ഉള്ളൂ. ക്രിമിനൽ കേസ് നിലനിൽക്കല്ലേ അതിനകത്ത് അട്രാക്ട് ചെയ്യാനുള്ള കാര്യങ്ങളില്ലെന്നാണ് നമ്മുടെ വാദം. ഇയാളെ കുടിക്കിയതായിട്ട് എന്തെങ്കിലും പ്രതിയോട് സംസാരിച്ചിരുന്നു? അങ്ങനത്തെ കാര്യങ്ങൾ അന്വേഷണം നടന്നിട്ടില്ല. പ്രതിയോട് സംസാരിച്ചിരുന്നു. ബാക്കി നാളെ വാദത്തിന് ശേഷം അഭിലാഷം പേരൊന്നും പറയാം. വണ്ടൻമേട് പോലീസും സമാനമായ കേസിൽ അനന്തകൃഷ്ണന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. മൂവാറ്റുപുഴ ജയിലിലെത്തിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.